ഹേ ഗൈസ്, വെൽക്കം ടു ജിജെ വേഴ്സ്. ദിസ് ഇസ് മീ ജിജെ. ഇന്ന് ഞാൻ കണ്ട പടം കൂലിയാണ്. നമ്മൾ കേട്ടല്ലോ പാട്ടൊക്കെ, കൂലി പവർ. സോ കൂലി പവർ ഹൗസ് എങ്ങനെയുണ്ട്, എന്തായിരുന്നു അനുഭവം എന്നൊക്കെ ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ടു ദ റിവ്യൂ. ആദ്യം തന്നെ പറയട്ടെ, ഇത് ലോകേഷ് കനകരാജിന്റെ മറ്റ് സിനിമകളുമായിട്ട് എടുത്ത് വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. കാരണം ഇത് ടോട്ടലി ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് വന്നിട്ടുള്ള പടമാണ്. അപ്പോൾ വേറെ ഒരു സിനിമകളുമായിട്ട് അത് വരും ഇത് വരും ഭയങ്കരമാണ് ഗസ്റ്റ് റോൾ, ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇതൊരു സാധാരണ സിനിമയാണ്. രജനീകാന്തിന്റെ കുറച്ച് നാളായിട്ട് ഇറങ്ങുന്ന സിനിമകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഫാമിലി ടച്ച് ചെയ്ത് പോകുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കുറച്ച് നല്ല രീതിയിൽ ഫൈറ്റുകളുള്ള, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റുകളുള്ള ഒരു സിനിമയാണ് നമ്മുടെ കൂലിയോട്ട് വരുമ്പോഴത്തേക്ക് ഇതിന്റെ സ്റ്റോറി ഭയങ്കര വളരെ പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റോറിയാണ്. സുഹൃത്തിന്റെ മരണത്തിന് റിവെഞ്ച് എടുക്കാൻ പോകുന്ന സുഹൃത്ത്, അത്രേ ഉള്ളൂ. ഫ്രണ്ട്ഷിപ്പാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള തീം. ഉയർന്നാടി നൻപനെ എന്ന് പറഞ്ഞ പാട്ട് പോലെ അതിനെ പോലെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിന്റെ മരണത്തിന് പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോകുന്ന, ഫാമിലിയൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ ക്യാരക്ടറാണ് ദേവ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് രജനീകാന്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ രജനീകാന്തിന്റെ ലൈഫിലോട്ട് പിന്നെ ആളുകൾ വരുന്നതും പരിപാടികളും ഒക്കെയാണ്. ആദ്യമേ തന്നെ പറയാം, ഇത് ഭയങ്കരമായ തിയറിയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ട്രെയിലറിൽ നിന്നൊക്കെ ഉണ്ട്. ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്, ഇത് ഒരു സയൻസ് ഫിക്ഷനേ അല്ല. ഇത് ജസ്റ്റ് ഒരു റിവെഞ്ച് പടമാണ്. ഒരു റിവെഞ്ച്, പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഫാമിലി ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് പാട്ടും ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. മോണിക്ക പാട്ടിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല രസമായിരുന്നു. ചിക്കിട്ട് പാട്ടിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലായിരുന്നു. ചിക്കിട്ട് ആക്ച്വലി ഇവര് ഒരു വീഡിയോ സോങ് ഇറക്കിയിരുന്നു, അതിനെക്കാട്ടിലും ബെറ്റർ ആയിരുന്നു തിയേറ്ററിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അനിരുദ്ധിന്റെ പോസിറ്റീവായിട്ട് പറയാനായിട്ട് ഈ രണ്ട് കാര്യങ്ങളും. പിന്നെ BGM 2-3 എസ്പെഷ്യലി മറ്റേ ഡിസ്കോ എന്നുണ്ട്, കൂലി ഡിസ്കോ, ആ BGM നൈസായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ ഒരു മിഡ് അല്ലെങ്കിൽ മിഡിൽ താഴെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ള വേറൊരു നല്ല കാര്യം എന്ന് പറയുന്നത് ഇതിലെ ഫൈറ്റ്സ് ആണ്. എല്ലാ ഫൈറ്റ് രംഗങ്ങളും ഒരു തരത്തിലുള്ള ഒരു പാളിച്ചയും ഇല്ലാതെ അവരെടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് തോന്നും, മറ്റേ ചില സിനിമകളിലൊക്കെ നമുക്ക് തോന്നും എങ്ങനെ ഇയാൾ വന്ന് ഇത്രയും പേര് ഇടിച്ചിടും. പക്ഷേ ഇതങ്ങനെയല്ല, നല്ല രീതിയിൽ തന്നെ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പാളിപ്പോയ വേറൊരു സാധനം, ഇത് എന്തിന് ആയിട്ട് ഇറക്കിയത് എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ അഡൾട്ട് ഓൺലി ആയിട്ടുള്ള ഒരു കണ്ടന്റും ഇല്ല. വയലൻസ് ഒക്കെ ഭയങ്കര ലിമിറ്റഡ് വയലൻസ് ആണ്. ഇത് തന്നെയാണല്ലോ ജയിലറിലും ഉണ്ടായിരുന്നത്. ഇതിലപ്പുറം ഒരു വയലൻസും വേറൊരു രജനീകാന്തിന്റെ സിനിമയിലും ഇല്ല. എന്തിനാണോ അങ്ങനെ എടുത്തു വെച്ച്. പിന്നെ ഇതിൽ സൗബിനെ കുറിച്ച് പറയാനുള്ളത്, സൗബിൻ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സൗബിനും ഇതിനകത്ത് വേറൊരു ലേഡി ക്യാരക്ടർ വരുന്നുണ്ട്. അവരൊക്കെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തത്. എസ്പെഷ്യലി സൗബിൻ്റെ ക്യാരക്ടർ ഇതിനകത്ത് പല രീതിയിൽ പോകേണ്ട, അതായത് ഒരു നല്ലൊരു ആർക്ക് തന്നെയുള്ള ക്യാരക്ടറാണ്. ആദ്യം കുറച്ച് ദുഷ്ടനായിട്ടിരുന്നത്, പിന്നെ പാവം പോലെയായിട്ട് അങ്ങനെ ഒരുപാട് പരിപാടികളുള്ള ക്യാരക്ടർ. അത് എല്ലാം ആ ഡാൻസ് മാത്രമല്ല, ഫുൾ സിനിമയിൽ ആ ഒരു എനർജി ഇട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇവര് എന്തിനാണ് അമീർ ഖാൻ ഒരു ഇന്റർവ്യൂവിൽ അമീർ ഖാന്റെ വായിന്ന് അറിയാതെ വീണ് പോയതാണ് അമീർ ഖാൻ ഈ സിനിമയിലുണ്ടെന്ന്. അതിനുശേഷം ഇവർ പിന്നെ അതെന്തായാലും ലീക്ക് ആയല്ലോ, പിന്നെ ക്യാരക്ടർ പോസ്റ്റർ ഇറക്കി ട്രെയിലറിലും കാണിച്ചു. അതുകൊണ്ട് തന്നെ അമീർ ഖാൻ ഈ സിനിമയിൽ വന്നപ്പോൾ ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും തോന്നിയില്ല. നാഗാർജുന എനിക്ക് പേഴ്സണലി ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നില്ല. നാഗാർജുനയെക്കാട്ടി നല്ല എത്രയോ ആക്ടേഴ്സിന് മെയിൻ വില്ലനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സൈമൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ കൊടുക്കായിരുന്നു. നാഗാർജുനയിലേക്ക് വന്നപ്പോൾ ഒരു രസവും ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ മുഖത്തൊന്നും ക്രൂരത തോന്നില്ല. കാണാൻ ഭംഗിയുള്ള സുന്ദരനായ ഒരു മനുഷ്യൻ വന്ന് നിൽക്കുന്നു, കോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കുന്നു, അത്രേ നമുക്ക് തോന്നും. അല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു തരത്തിലുള്ള ഒരു ക്രൗര്യമോ ഒന്നും ഫീൽ ചെയ്യില്ല. അദ്ദേഹം ഇതിനകത്ത് പറയുന്ന ഡയലോഗ് ഡെലിവറി ഒക്കെ ആണെങ്കിൽ കൊഞ്ചി, നമ്മുടെ തോഴ സിനിമയെ കണ്ടില്ല, ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇതിലും ചെയ്തേക്കുന്നത്. അതൊരു നാഗാർജുന ഈ സിനിമയ്ക്ക് മാച്ചേ അല്ല. ഈ സിനിമയ്ക്ക് കറക്റ്റ് മാച്ചായിട്ട് വന്നിട്ടുള്ള ഒരാളുണ്ട്, അയാൾക്ക് വളരെ കുറച്ച് റോളേ ഉള്ളൂ, ഉപേന്ദ്ര ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഭയങ്കര ഹൈ ആണ്. BGM കൊണ്ടിട്ടും മറ്റേ കുക്കി എന്ന് പറഞ്ഞ BGM അത് വെച്ചിട്ടും അല്ലാതെയും ഒക്കെ കൂടെ ഉപേന്ദ്ര വരുന്ന രംഗങ്ങൾ സൂപ്പർവായിട്ടുണ്ട്. രജനീകാന്തിനെക്കാട്ടിയും കയ്യടി ഒരു രംഗത്തിൽ ഉപേന്ദ്രയ്ക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ മറ്റേ DAging പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്, അത് നല്ലതായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു പാളിച്ചയൊന്നും ഇല്ലാതെ DAging ഒക്കെ സൂപ്പറായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷെ മൊത്തത്തിലെടുത്ത് പറയുമ്പോഴത്തേക്കും ലോകേഷിന്റെ ബാക്കി സിനിമകളെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യേണ്ട ഇതായിട്ടൊന്നും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, കാരണം അതുമായിട്ടൊന്നും ബന്ധമില്ലാത്തൊരു കൈൻഡ് ഓഫ് സിനിമയാണ്. അപ്പം ഇത് വേണമെങ്കിൽ ലോകേഷ് മാനഗരം ഒക്കെ ചെയ്തിരുന്ന ടൈമിൽ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ലോകേഷിൽ നിന്ന് ആൾക്കാർ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി മീറ്റ് ചെയ്തില്ല. പക്ഷേ ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തി ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു സാധാരണ ഒരു സിനിമയായിട്ട് കാണുകയാണെങ്കിൽ ഇതിന് നമുക്കൊരു 3.5/5 കൊടുക്കാൻ പറ്റും. ഒരു സാധാരണ ഒരു സിനിമയായിട്ട് കാണുകയാണെങ്കിൽ. അല്ല, ഇതൊരു ലോകേഷ് കനകരാജിന്റെ മറ്റ് സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഈ സിനിമ മാനഗരത്തിനും താഴെയാണ്. ലോകേഷ് എടുത്ത 5 പടങ്ങളിൽ ഇപ്പൊ നമ്മുടെ മാസ്റ്ററാണ് ഈ ഒരു മാസ്റ്ററിനെയൊക്കെ മാച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്ക് മാസ്റ്ററിനെക്കാട്ടി താഴെയായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം മാസ്റ്ററിലാണെങ്കിൽ പോലും നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഹൈ കിട്ടുന്നുണ്ടായിരുന്നു. ഇതിൽ ഭയങ്കരമായിട്ട് പാളിപ്പോയി, ഹൈ ഒന്നുമില്ല. അതെനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ ഞാൻ പറയുന്നത്. സോ മൊത്തത്തിൽ എനിക്കൊരു എന്താ പറയുക,
മിക്സഡ് ഒരു ഒപ്പീനിയൻ ആണുള്ളത്. കുറേ കാര്യങ്ങൾ നല്ലതാണ്, കുറേ കാര്യങ്ങൾ പാളിപ്പോയി. ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാവർക്കും നല്ല ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ബാബുരാജിന്. പറയാതിരിക്കാൻ വയ്യ, ബാബുരാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളം പറഞ്ഞാൽ അറിയാമല്ലോ, പുള്ളിക്ക് ഇതിനകത്ത് നല്ലതാണ്, ഡയലോഗ് പോലും ഇല്ലാത്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രംഗം. അങ്ങനെ ഒരുപാട് ആക്ടേഴ്സിന് അതുപോലത്തെ രംഗങ്ങളൊക്കെ ഉണ്ട്. വെറുതെ എന്തൊക്കെയൊക്കെയോ കുറേ ഗസ്റ്റുകളൊക്കെ കൊണ്ടുവരാനൊക്കെ നോക്കി, ഒന്നും നടന്നില്ല. അങ്ങനെ പോയി, ഒരു സിനിമ അങ്ങനെ പോയി. സോ ഇതാണ് എനിക്ക് ഫീൽ ചെയ്ത അഭിപ്രായം, എൻ്റെ സ്ട്രിക്ട്ലി പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ജിജെ വോസ് എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. കൂലി അത്ര പവർ ആയില്ല, സോ എൻ്റെ പവറൊക്കെ കുറഞ്ഞു. ഇനി മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.